ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അവി ട്രേഡിംഗ്. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താ പറയുക, ഹൈലി ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹൈലി ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റാണ്. അതുപോലെ തന്നെ ഹൈ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നമുക്കിതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രാക്ടീസ്. ഈ പ്രാക്ടീസാണ് നിങ്ങൾ ഒരിക്കലും ഈ ഒരു പ്രാക്ടീസിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല, അല്ലെങ്കിൽ പ്രാക്ടീസിനെ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ മെയിൻ കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ഒരു ഏതൊരു സംഗതികളും, ഇപ്പോൾ ഏതായിക്കോട്ടെ, ഏത് ബിസിനസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മൾ ഒരിക്കലും പ്രാക്ടീസ് മറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതാക്കാൻ പറ്റില്ല എന്ന് പറയേണ്ടത് കാരണം നമുക്കതിൽ ഒരു എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലൊരു നമുക്കൊരു കറക്റ്റ് മാസ്റ്ററിങ് നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? എന്താണ് നമുക്ക് സംഭവിക്കുക? നമുക്ക് അതിൽ കൂടുതൽ കോൺഫിഡൻ്റ് ഉണ്ടാവും. ഒരു കോൺഫിഡൻ്റ് ആണ് ഒരു ട്രേഡറിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ഒരു കോൺഫിഡൻ്റ് ആണ്. ആ കോൺഫിഡൻ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായി? പിന്നെ നമുക്ക് പ്രാക്ടീസ്, ഈ പ്രാക്ടീസും സ്ട്രാറ്റജിയും രണ്ടും കൂടെ ചേർന്നിട്ട് വരുന്നതാണ് ഈ കോൺഫിഡൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മെയിൻ തിങ്, നമുക്ക് കിട്ടുന്ന അറിവിനെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് പ്രയത്നിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറുവാനുള്ള എല്ലാ ഇതും നമുക്ക് കിട്ടുക. എല്ലാ ഇതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആ കോൺഫിഡൻറ്റ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, എനിക്കൊരു സ്ട്രാറ്റജി അറിയാം, എൻ്റെ കയ്യിൽ ക്യാപിറ്റലുണ്ട്, എനിക്ക് സ്ട്രാറ്റജി അറിയാം. പക്ഷേ ഞാൻ ട്രേഡ് ചെയ്യാനുള്ള കോൺഫിഡൻറ്റ് എനിക്കില്ലെങ്കിൽ പോയില്ലേ, പിന്നെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. പ്രാക്ടീസ്. അപ്പോൾ ഈ വാർണിങ്സും കാര്യങ്ങളൊക്കെ ഇതൊന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമ്മുടെ VIP ഗ്രൂപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സിഗ്നൽസ് ഒന്ന് ഇട്ടു. ഇനി നമുക്കൊരു കോൾ കൊടുക്കാം. BDT നമുക്ക് ഒരു കോൾ കൊടുക്കാം. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ഉണ്ടോ? ഇതുണ്ടോ? ഇവിടെ ലോസ് കണ്ടോ? ഒരിക്കലും ഞാനിപ്പോൾ വലിയൊരു ട്രേഡറാണ്, ഞാനൊരു ഇതാണെന്ന് പറഞ്ഞിട്ട് ഈ ലോസ് എന്ന് പറയുന്ന സംഗതി ഇല്ലാതിരിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? 1 2 3 4 ലോസ് ഇവിടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ലോസിന് നമുക്കിതാണ്ടോ ഇങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റണം. ലോസിനെ റിക്കവർ ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ, അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് നമ്മൾ മാറുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആ ലോസിനെ റിക്കവർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവിടെ തീർന്നു നിങ്ങൾ. അവിടെ നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട്, അതുപോലെയുള്ള കാര്യങ്ങൾ. ഇതെന്ത് പറ്റി? നെറ്റ് എന്തോ പ്രശ്നം വന്നല്ലോ. സംതിങ് റോങ്. ഇതുപോലുള്ള സംഗതികളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാം. നിങ്ങളുടെ നെറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഇതിപ്പോൾ ലോസാണോ എന്താണെന്നുള്ളത് ദൈവം തമ്മിലറിയാം. കാരണം നെറ്റ് കറക്റ്റ് ആയിരിക്കണം. കണ്ടോ, ഇതിവിടെ സ്റ്റക്കായി. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയാലോ? റീഫ്രഷ് ആവുന്നില്ല. ശേടാ, അത് നമുക്ക് ലോസാണ് കിട്ടിയത്. അവിടെ MT നമുക്ക് നോക്കാം. വേണ്ട, ഇതൊക്കെ ഒരു നുറുക്ക് വിദ്യകളാണ്.
ഇതൊക്കെ നുറുക്ക് വിദ്യകളാണ്. നമുക്ക് ലോസിനെ റിക്കവർ ചെയ്യാനുള്ള. ഇതൊന്നും ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോയിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊന്നും ചെയ്തേക്കല്ലേ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പ്രാക്ടീസും കാര്യങ്ങളും നിങ്ങൾ ചെയ്തേക്കരുത്. ഇതൊക്കെ പ്രാക്ടീസും കാര്യങ്ങളൊന്നുമില്ല. ഇത് നിങ്ങൾ ട്രേഡിങ്ങിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ 5 സെക്കൻഡിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടുകയുള്ളൂ. അല്ലാതെ കാണുന്നതിലൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ VIP ഗ്രൂപ്പ് ഇതാണ്. ഓക്കെ, നോക്കി, ആദ്യം ഒരു സിഗ്നൽ കൊടുത്തു, വിന്ന്. രണ്ടാമത്തെ സിഗ്നൽ കൊടുത്തു, വിന്ന്. ഓക്കെ, അത് എൻ്റെ നെറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. ബാക്കി നമ്മുടെ മെമ്പേഴ്സ് എന്തായാലും ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടാകും, MTGയിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടാകും. ഓക്കെ, ഇനി അടുത്തതാണ്. പ്ലീസ് വെയിറ്റ് നമ്മുടെ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ 5 മിനിറ്റ് എന്നുള്ളത് 5 സെക്കൻഡ് എന്നുള്ളത് നമ്മൾ മാറ്റണം. അത് നിർബന്ധമായിട്ട് മാറ്റിയിരിക്കണം. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്? ഓക്കെ, അതിനു മുമ്പ് നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ കോട്ടക്സിലാണ് ചെയ്യുന്നത്. കോട്ടക്സിൽ എന്തുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള വേറെ പ്ലാറ്റ്ഫോമുകളിൽ ഇതേപോലെ ബൈനറിൻ്റെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് നമ്മൾ വേറെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ എന്താ പറയുക ട്രേഡ് ചെയ്യാത്തത് എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ട്രേഡ് ചെയ്ത് എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന്. ഞാൻ ട്രേഡ് മിക്ക സ്ഥലത്തും ചെയ്തിട്ടുണ്ട്, മിക്ക പ്ലാറ്റ്ഫോമിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ എന്താ പറയുക, നോക്കട്ടെ, ഇതിനാണ് ഒരു മിനിറ്റ്. INR എങ്ങനെയുണ്ട്? റെസിസ്റ്റൻസ്. ഓക്കെ, INR നമുക്ക് നോക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യാൻ കൊടുക്കാം. എന്തുകൊണ്ടാണ് മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടക്സ് ഈസ് ബെസ്റ്റ്. അതിൽ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയണം കേട്ടോ. എൻ്റെ ഒരു എന്താ പറയുക യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയണത്. അല്ലാതെ വായി തോന്നുന്ന പോലെ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്താലും, അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർ കെയർ ആയാലും എല്ലാത്തിനും കോട്ടക്സ് ഈസ് നമ്പർ 1, നോ ഡൗട്ട്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ മാർക്കറ്റ് എങ്ങനെയാണ് അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഓരോരുത്തർ പറയുന്നത് എന്താണ്, ബൈനറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഫോറക്സിലേക്ക് പോയാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് പോയാൽ പ്രശ്നമാണ്, നമ്മുടെ പൈസ പോകും. ഇതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ? കാരണം ഇതൊന്നും അറിയാതെയാണ് ഇതിലേക്ക് ചെന്നത്. ഇതിപ്പോൾ റെഡ് വന്നു, റെഡ് കളർ വന്നപ്പോൾ ഞാൻ റെഡ് ഡൗണിലേക്ക് എടുക്കും, ഗ്രീൻ വന്നപ്പോൾ ഞാൻ അപ്പിലേക്ക് എടുക്കും. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലാണ് 99% ആൾക്കാരും ട്രേഡിങ്ങിലേക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ട്രേഡിങ്ങിലേക്ക് വരുന്നത് 99% ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താവും, ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ, കറക്റ്റായിട്ട് പഠിക്കാതെ, കറക്റ്റായിട്ട് ഇത് ചെയ്യാതെ അങ്ങനെ എടുക്കുന്നു, ലോസ് ആവും. നിങ്ങൾക്ക് ഞാനൊരു സ്ട്രാറ്റജി പറഞ്ഞുതരാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജി. ഒരു റെക്റ്റാങ്കിൾ എടുക്കുക, ബോക്സ് എടുക്കുക, എന്നിട്ട് പ്രീവിയസ് മാർക്കറ്റ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് ബേക്കിൽ എവിടെയെങ്കിലും മാർക്കറ്റ് ടേൺ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അവിടെ കൊണ്ടുപോയിട്ട് ഇതൊന്ന് വെക്കുക, ഇവിടുന്ന് ഒരു കോപ്പി എടുക്കുക. ഇതാണ്ടോ, ഇപ്പം ഇവിടുന്ന് ടേൺ ആയില്ലേ, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ടേൺ ആയിട്ടുണ്ട് കുറച്ച്. ഓക്കെ, ഇതിങ്ങനെയോട് വെക്കുക. വേണമെങ്കിൽ ഒരു കോപ്പി കൂടെ എടുത്തിട്ട് ഇതിവിടെ വയ്ക്കുക. വളരെ സിമ്പിളായിട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇത്രയും സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. മാർക്കറ്റ് നോക്കി ഇങ്ങനെ വന്നിട്ട്, ഇത് നിങ്ങളുടെ പ്രാക്ടീസും കൂടെ വേണം. എല്ലായ്പ്പോഴും ഇതേപോലെ പ്രവർത്തിക്കണമെന്നൊന്നുമില്ല, പ്രാക്ടീസ് വേണം, നിർബന്ധമായിട്ടും പ്രാക്ടീസ് വേണം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് താഴോട്ട് വന്നു, മേലെ പോയി, എവിടെ തട്ടി, പിന്നെയും താഴോട്ട് വന്നു. അപ്പോൾ നമ്മൾ ഈ വര വരച്ചു വെച്ചു. ഇപ്പോൾ ഈ മാർക്കറ്റ് ഇവിടെ ഇല്ലയെന്ന് വിചാരിക്കാം. ഈ വര വരച്ചു വെച്ചു, പിന്നെ ഈ മാർക്കറ്റ് ഈ റെക്റ്റാങ്കിൾ വരുന്നു, പിന്നെ അവിടെ എന്താണ് അവിടെ സംഭവിക്കുക, അവിടെ റിജക്ഷൻ എന്ന് സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ റിജക്ഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്താം,
പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്കെടുക്കാം. ഇനിയിപ്പോൾ എന്താ, ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇത് അപ്പിലേക്ക് പോകും. നോക്കി, അപ്പിലേക്ക് പോകുന്നുണ്ട്. ഈ ഭാഗത്ത് വന്നപ്പോഴത്തേക്കും ഓക്കെ, ഇത് അപ്പിലേക്ക് പോകുന്നുണ്ടോ? ഇവിടെ മുട്ടണം എന്നല്ല, ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കും പോകുന്നുണ്ടോ? അപ്പിലേക്ക് പോകുന്നുണ്ടോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നോക്കി, USD INR എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇത് നമ്മുടെ ഗ്രൂപ്പിലിട്ട് കൊടുത്തു. ഓക്കെ, ഇനി അപ്പിലേക്ക് ഞാനൊരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അടിച്ചിട്ടുണ്ട്. അപ്പിലേക്ക് ഞാനും അപ്പിലേക്ക് എടുത്തു. ഓക്കെ, USD INR അപ്പിലേക്ക്, കോൾ എന്ന് പറഞ്ഞാൽ അപ്പ് കേട്ടോ, ഇത് അപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാർക്കറ്റ് ഡൗണിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഇത് അപ്പിലേക്ക് പോകണം. ഇനി മാർക്കറ്റ് ഡൗണിലേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ നെക്സ്റ്റ് ക്യാൻഡലിൽ MTG എടുക്കും. സിമ്പിൾ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ട്രാറ്റജികളും ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ഈ ട്രേഡിങ്ങിൽ. നിങ്ങൾ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി. ഈ മൂവിങ് ആവറേജ് വെച്ചു, അത് വെച്ചു, ഇത് വെച്ചു, ബോളിഞ്ചർ ബാൻഡ് വെച്ചു, അതുപോലെ തന്നെ സിഗ്സാഗ് വെച്ചു, എന്താ പറയുക, ഈ കാണാൻ പറ്റാത്ത എന്താ പറയുക, ഫുള്ള് ഇൻഡിക്കേറ്റർ കൊണ്ട് ഇതാക്കി നശിപ്പിച്ച് വെച്ച് മുഴുവൻ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് അവസാനം എന്താകും, നമുക്ക് ഒരു ട്രേഡിങ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു, ഇതെങ്ങോട്ട് പോകുന്നു കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളിതിനെ കൊണ്ടുപോകും. നോക്കി, ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തോ, ഒരു ഹായ് ഇത് ഇട്ടു. ഇനി എന്ത് ചെയ്യും? 3/3 വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്നറിയോ? 3 സിഗ്നലിൽ 3 വിന്നായി. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ VIP ഗ്രൂപ്പ്. ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന ട്രേഡിങ്. ഇതിന് ഒരു സീക്രട്ടും കാര്യങ്ങളും ഇല്ല. നിങ്ങളോട് പറയുന്ന ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഞാനും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഈസി മെത്തേഡ്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ്. പക്ഷേ ഇൻഡിക്കേറ്ററിനെക്കാട്ടും വലിയൊരു കാര്യമാണ് നമുക്ക് എന്താണ്, പ്രാക്ടീസും പ്രൈസ് ആക്ഷൻ. എന്താ ഈ പ്രൈസ് ആക്ഷൻ? ഇതാണ് പ്രൈസ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിലിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അതെങ്ങോട്ട് ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നു അതിനനുസരിച്ച് ട്രേഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്താണ്? നിങ്ങൾ പോലെ മറ്റേ ഹയർ ആൻഡ് ലോ ഹയർ ആൻഡ് ലോ അതൊക്കെ വിട്ടേക്കുക. നിങ്ങൾ അങ്ങനത്തെ ഒക്കെ വിട്ടേക്കുക. വളരെ സിമ്പിൾ. ഇവിടുത്തെ ആക്ഷൻ എന്താണ്? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഇവിടുത്തെ ആക്ഷൻ എന്താണ്? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാവുന്നേ ഉള്ളൂ. ഇവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നോക്കി, ഒരു മിനിറ്റ്, ഒരു സുനാപ്പി എടുക്കട്ടെ. വരയ്ക്കാനുള്ളത്. ഇവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് മുകളിൽ നിന്ന് വന്നു അല്ലേ? വന്ന് ഈ ഒരു ഏരിയയിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് പോയി. അത് കഴിഞ്ഞ് മാർക്കറ്റ് പിന്നെയും താഴോട്ട് വന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇവിടെ പോയി, പിന്നെ ഇവിടെ വന്നു, പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇതാണ് ഇപ്പോൾ ഉള്ള ആക്ഷൻ. നമുക്ക് പറയാം പ്രൈസ് ആക്ഷൻ എന്ന് പറയും. ഇതാണ് പ്രൈസ് ആക്ഷൻ. അല്ലാതെ നിങ്ങൾ ഈ പഠിക്കുന്ന തിയറിക്കൽ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതാണ് പ്രൈസ് ആക്ഷൻ. ഇത് പ്രൈസ് ഡൗൺ ആയി, ജസ്റ്റ് മൂവ്മെൻ്റായി, പ്രൈസ് മൂവ്മെൻ്റായി, പിന്നെയും ഡൗൺ ആയി, പിന്നെയും മൂവ്മെൻ്റായി, പിന്നെയും ഇതേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ എവിടെ ട്രേഡ് എടുക്കും? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എവിടെ ട്രേഡ് എടുക്കും? ഇപ്പോൾ ഇവിടെ ഞാൻ വരച്ചേ, ഇവിടം വരെയാണ് മാർക്കറ്റ് എത്തിയെന്ന് നോക്കാം. ഇവിടം വരെ മാർക്കറ്റ് എത്തി, ഇവിടം വരെയാണ് മാർക്കറ്റ് നോക്കുക. ഇങ്ങോട്ട് ഈ ക്യാൻഡിലൊന്നുമില്ല. നമ്മൾ ഇത് നോക്കിയിട്ട് എങ്ങനെ ട്രേഡ് എടുക്കും? അതാണ് വളരെ സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളെന്ത് ചെയ്യും? ഇപ്പോൾ ഇതൊന്നും ഇല്ലയെന്ന് വെക്കുക, ഇതൊക്കെ പോട്ടെ. നിങ്ങളിതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മുടെ മെമ്പേഴ്സുകൾ മുഴുവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എങ്കിലും നിങ്ങളും കാണുന്നവരൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ. ഓക്കെ, മാർക്കറ്റ് ഇവിടം വരെ വന്നു.
ഇവിടുന്ന് നോക്കി ഇങ്ങനെ വലിയൊരു ഫാളിന്ന് വന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് കുറച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി. അത് കഴിഞ്ഞ് മുകളിലേക്ക് പോയിട്ട് പിന്നെയും താഴോട്ട് വന്നു. ശ്രദ്ധിക്കണം, മുകളിൽ പോയി ഇവിടെ കുറച്ചൊരു കൺസൾട്ടേറ്റ് പോലെ കയറി പിന്നെയും താഴോട്ട് വന്നു. ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇവിടെ ഒരു ലൈൻ വരയ്ക്കണം, ഇവിടെ സോൺ വരയ്ക്കണം. ഇതിന് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയും. റെസിസ്റ്റൻസ് ചെയ്യുക അല്ലേ? ഓക്കെ, എന്ന് വെച്ചാൽ തള്ളിക്കളയുക. ഓക്കെ, എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ റെസിസ്റ്റൻസ് വരച്ചു. അതിനുശേഷം നമ്മൾ സപ്പോർട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ ഇപ്പോൾ സപ്പോർട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ സപ്പോർട്ട്, ഈ റെസിസ്റ്റൻസ് ആണ് ഇപ്പം നമുക്ക് ആകെയുള്ളത്. കാരണം ഇങ്ങോട്ട് മാർക്കറ്റ് നമ്മൾ കണ്ടിട്ടില്ല, ഇവിടേക്ക് മാർക്കറ്റ് നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, മാർക്കറ്റ് ഇതാ ഇവിടം വരെയാന്ന് വെച്ചോ, ഇങ്ങനെയല്ല, ഇത് ഇവിടെ നിന്നല്ലേ താഴോട്ട് പോയിക്കണേ. ഇവിടം വരെയാണ് നമ്മൾ മാർക്കറ്റ് കാണുന്നത്. ഒരു മിനിറ്റ്, ഇവിടം വരെയാണ് നമ്മൾ മാർക്കറ്റ് കണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടം വരെ ഉള്ളൂ. ഇനി ഇതില്ല, ഈ ഒരു ഇതില്ല. അപ്പം നമുക്ക് ഒരിക്കലും എന്താ ചെയ്യാൻ പറ്റില്ല, നമുക്ക് സപ്പോർട്ട് വരയ്ക്കാൻ പറ്റില്ല, നമുക്ക് റെസിസ്റ്റൻസ് വരയ്ക്കാം. കാരണം വെച്ചാൽ ഈ മാർക്കറ്റ് മേലെ പോയി അത് മേലോട്ട് പോകാതെ താഴോട്ട് പിന്നെയും താഴോട്ട് പോയി. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയേ നമ്മൾ കണ്ടുപിടിച്ചുള്ളൂ. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോണിനെ, ഈ ഒരു റെസിസ്റ്റൻസിനെ തട്ടി താഴോട്ട് പോകുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അല്ലെങ്കിൽ ഈ സോണിലെത്തുമ്പോൾ നമുക്ക് താഴോട്ടൊരു എൻട്രി എടുക്കാൻ പറ്റും. കാരണം ഈ സോണിലെത്തി ഡൗണിലേക്ക് പോയി. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത ഈ ലൈനിൽ തട്ടുന്നുണ്ട് നോക്കുക. ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഈ ഒരു ഭാഗത്ത് റിജക്ഷൻ വരുന്നുണ്ടോ എന്നുള്ളത് അത് നിങ്ങളുടെ പ്രാക്ടീസാണ് വേണ്ടത്. ആ പ്രാക്ടീസും ആ ക്യാൻഡിൽസ് ഒന്ന് ഓപ്പോസിറ്റ് ആയിട്ട് 2 ക്യാൻഡിൽ വന്നു. ഓക്കെ, 2 ഗ്രീൻ ക്യാൻഡിൽ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് റെഡ് ക്യാൻഡിൽ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതിൻ്റെ സ്ട്രാറ്റജിയൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മായ ട്രേഡിങ്ങിന് യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ വന്നു. നെക്സ്റ്റ് റെഡ് ക്യാൻഡിലാണ് വരിക. റെഡ് ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുത്തു, വിൻ. വിന്നായില്ലെങ്കിൽ നെക്സ്റ്റ് MTGയിലെങ്കിലും വിന്നാവും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അടുത്തത് അവിടെ തന്നെ റിജക്ഷൻ വരുന്നുണ്ടെന്ന് നോക്കുക. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ റിജക്ഷൻ എത്തി, ഇവിടുന്ന് ക്രോസ് ചെയ്ത് പോയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നെക്സ്റ്റ് റെഡ് ക്യാൻഡിൽ വരും. മനസ്സിലാവുന്നു? അപ്പോൾ ഇത്രയും നമ്മൾ റിജക്ഷൻ കണ്ടു. ഇനി എവിടെയാണ് നമ്മൾ സപ്പോർട്ട് കാണുക? ഇപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കറ്റ് വന്ന് ഇതിൻ്റെ മേലെ പോയി ഇവിടെ എത്തി, പിന്നെ റിജക്ഷൻ വന്നു. അപ്പം നമുക്ക് സപ്പോർട്ട് എവിടെ കിട്ടി? സപ്പോർട്ട് എവിടെ കിട്ടുന്നുണ്ട്? ഒന്ന് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് നമുക്ക് എവിടെയാണ്? ഇവിടെ ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എന്തുകൊണ്ടാണ് ഇവിടെ സപ്പോർട്ട് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ കാരണം, നമ്മുടെ ഈ റിജക്ഷൻ വന്നതില്ലേ, മാർക്കറ്റ് ഡൗണിലേക്ക് പോയതിനെ ഒരു റെസിസ്റ്റൻസിൽ തട്ടി പിന്നെയും മാർക്കറ്റ് ഡൗണിലേക്ക് പോകണം. ഡൗണിലേക്ക് പോയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സപ്പോർട്ട് വരയ്ക്കേണ്ടത്. അല്ലെങ്കിൽ ഈ മാർക്കറ്റ് താഴോട്ട് അങ്ങോട്ട് പോയിട്ട് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ വന്നു, ഇവിടുന്ന് പിന്നെയും മാർക്കറ്റ് അപ്പിലേക്ക് പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് റിജക്ഷൻ കാണാം. ക്യാൻഡിൽ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയ റെസ്പെക്റ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് വരച്ചു വെക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് ഇതേ ക്യാൻഡിൽ പോകുന്നു. ഈ ക്യാൻഡിൽ ഇവിടെ സപ്പോർട്ട് ഇനി റീടെസ്റ്റ് പോലെ നടത്തും, ഒന്നും കൂടെ റെസ്പെക്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പിലേക്ക് ഒരു എൻട്രി എടുക്കാം. എവിടം വരെ? അവിടെയാണ് ചിന്ത. എവിടം വരെ നമുക്ക് ചാൻസ് ഉണ്ട്? ഇവിടം വരെ. ഇതിനെ മേലെ കൊണ്ടേ വെക്കരുത്, ഇതിൻ്റെ താഴെ കൊണ്ടേ വെക്കണം. ഇവിടം വരെ. മനസ്സിലായോ? ഇവിടം വരെ ചാൻസ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് റിജക്ഷൻ വരികയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഡൗണിലേക്ക് ഒരു എൻട്രി എടുക്കാം. എവിടം വരെ? ഈ നെക്സ്റ്റ് കാണുന്ന സപ്പോർട്ട് വരെ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇത് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ബ്രേക്ക് ചെയ്യാതെ വെക്കണം. ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെയും നമ്മൾ ഡൗണിലേക്കുള്ള എൻട്രി നമുക്ക് നോക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങളൊന്ന് തിയറിറ്റിക്കലായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. ജസ്റ്റ് തിയറിറ്റിക്കലായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞുതരാം തിയറിറ്റിക്കലായിട്ട്.
സിമ്പിളായിട്ട് നിങ്ങൾക്ക് തിയറിറ്റിക്കലായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളൊരു സ്ട്രാറ്റജി പഠിക്കുമ്പോൾ തിയറിറ്റിക്കലായിട്ട് പഠിക്കുന്ന 1 മിനിറ്റ് പോലും എടുക്കില്ല എന്നുള്ളതാണ്. എന്താണ് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം ഒരു റെക്റ്റാങ്കിൾ എടുക്കുന്നു. ഓക്കെ, തിയറിറ്റിക്കലി ഞാൻ പറയണേ, മാർക്കറ്റ് എവിടെ നിന്നാണോ ടേൺ ആവുന്നത്, ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് അപ്പിലാണെങ്കിൽ അപ്പിൽ നിന്ന് ഡൗണിലേക്ക് ടേൺ ആവുകയാണെങ്കിൽ അവിടെ റെസിസ്റ്റൻസും, മാർക്കറ്റ് എവിടെ നിന്നാണോ മറ്റേ മുകളിലേക്ക് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് എടുത്ത് പോകുന്നത് അവിടെ സപ്പോർട്ട്. ഇതാണ് നമ്മുടെ തിയറിക്കൽ. അപ്പോൾ ഡൗണിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗണിലേക്ക് ട്രെൻഡും, അത് റെസിസ്റ്റൻസിൽ തട്ടുമ്പോൾ നിങ്ങൾക്ക് ഡൗണിലേക്ക് എൻട്രി എടുക്കലും, സപ്പോർട്ടിൽ തട്ടുമ്പോൾ നിങ്ങൾക്ക് അപ്പിലേക്ക് എൻട്രി എടുക്കുകയും ചെയ്യാം. ഇതാണ് തിയറി. ഈ തിയറി നമ്മുടെ മൈൻഡിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ട്രേഡ് എടുത്ത് സക്സസ്ഫുൾ ആവാൻ പറ്റുമോ? അത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ തിയറി വെച്ചിട്ട് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് നല്ലൊരു സക്സസ്ഫുൾ ട്രേഡറായിട്ട് മാറാൻ കഴിയും. അത് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കോട്ടക്സ് എന്ന് പറയുന്ന ബെസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. പിന്നെ ഡെപ്പോസിറ്റും വിഡ്രോയിലൊക്കെ നിങ്ങൾ മാക്സിമം കഴിയുന്നതും അത് ക്രിപ്റ്റോ വാലറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് UPI വെച്ചിട്ട് ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഡിലേ വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. UPI എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്ത്യയിലുള്ള ഒരു തേർഡ് ഏജൻറ്റിലേക്ക് പോകും. അവിടെ നിന്നാണ് ഫോറിൻ കൺട്രിയിലേക്ക് അല്ലെങ്കിൽ ഇതേപോലുള്ള ഫോറിൻ കൊളാബറേറ്റർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്. അത് ആസ് പെർ ദ ഇന്ത്യൻ റൂൾ നമ്മളതിനെ എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യുകയും വേണം. ഓക്കെ, നമുക്ക് ഒരിക്കലും ഇന്ത്യൻ റൂളിനെ എഗനിസ്റ്റായിട്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫോൺ പേ അല്ലെങ്കിൽ നമ്മൾ INR വെച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡിലേ വരും. ആ ഡിലേ നമ്മളത് ഡിലേ വരുന്നത് നമ്മളത് മനസ്സിലാക്കണം. ഓക്കെ, ഇന്ന കാരണം കൊണ്ടാണ്, ഞാൻ ഇന്ത്യൻ പൗരനാണ്, ഞാൻ ഇന്ത്യൻ നിയമം പാലിക്കുന്നവനാണ്, അതുകൊണ്ട് ഞാൻ ഡിലേ വരുന്നു, ഞാനത് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇല്ല എനിക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ വാലറ്റ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡെപ്പോസിറ്റും വിഡ്രോയും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുന്നു, ട്രേഡിംഗ് എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രോഫിറ്റ് അല്ലെങ്കിൽ എൻ്റെ പ്രോഫിറ്റൊക്കെ കാണുമ്പോൾ ഇതൊക്കെ വലിയ ഈസിയുള്ള കാര്യമാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ അതല്ല ശരിയായിട്ടുള്ള കാര്യം. പ്രാക്ടീസാണ്. നിങ്ങൾ ഞാനൊക്കെ 10 വർഷത്തോളം പ്രാക്ടീസും കാര്യങ്ങളും ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു ഇതിലേക്ക് വന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു സ്റ്റേജിലെത്തുന്നത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് വന്നിട്ട് നമ്മൾ 3-ാമത്തെ ദിവസം ട്രേഡ് എടുക്കുന്ന സമയത്ത് ഇതേപോലുള്ള ഇത് കണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റുകളും ഇതെല്ലാം കണ്ട് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കളയാതെയും നിങ്ങളുടെ ക്യാപിറ്റൽ കളയാതെ ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മുടെ VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആഗ്രഹമുള്ളവർ, നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഗ്രൂപ്പിൽ പോവുക, ലിങ്ക് ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ID അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ, ഇനിയൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.